ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് സവോള പാൽക്കറിയാണ്. അതിനുവേണ്ടി ഒരു 3 വലിയ സവോള കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. 2 ഇതള് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് ആവശ്യത്തിന് കൂടുതൽ ചേർക്കണമെങ്കിൽ മുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ, അതായത് ഒരു 2 കപ്പോളം തേങ്ങ ചിരകിയെടുത്ത് പിഴിഞ്ഞെടുത്ത പാലാണ്. ഒരു ടീസ്പൂണോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള അരിഞ്ഞ് വെച്ചെടുക്കണതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇപ്പം ചേർത്താലും മതി, പിന്നീട് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പിന്നെ ഈ ഇഞ്ചി, പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ വിനാഗിരി 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. വിനാഗിരി, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. ഇങ്ങനെ നമ്മളതിങ്ങനെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇത് നല്ലൊരു എല്ലാം കൂടി ഇങ്ങനെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മളിതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്നുകൂടി അത് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ചൂടായതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അങ്ങനെ മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒരുപാട് ഇങ്ങനെ ഫ്രൈ ആവണമെന്നില്ല. സവോള ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്. പിന്നെ ബാലൻസ് വരുന്ന മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, അതുകൂടാതെ ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് വഴച്ചെടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരേക്കും ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം, കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അധികം തിളയ്ക്കണ്ട, അത്യാവശ്യം ഒന്നൊരു പത വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ സവാള പാൽക്കറി റെഡി.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.